TS കനാൽ പദ്ധതിയുടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി TS കനാൽ പദ്ധതിയിലൂടെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരദേശ റോഡുകളും ഫലവൃക്ഷങ്ങളും പാലങ്ങളും തകർത്തുവെന്നാണ് ആരോപണം. മത്സ്യത്തൊഴിലാളികളുടെ ഈ സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായുള്ള 2 കപ്പൽ അപകടങ്ങൾ അതൊരു ക്രിയേഷനായിരുന്നു. സത്യം പറഞ്ഞാൽ തുടർച്ചയായ 2 അപകടങ്ങൾ മൂലം ഞങ്ങളുടെ മത്സ്യബന്ധനത്തിന് മാത്രമല്ല ഈ കേരളത്തിൽ മത്സ്യ തൊഴിലാളികളെ മുഴുവനും കച്ചവടത്തിലും മറ്റു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള അപകടം ആയിരുന്നു ഈ കപ്പൽ ദുരന്തം. ഇത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിയേഷനായെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ അപകടം മൂലം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ വന്നടിയുന്ന ഈ അവസ്ഥയിൽ പാവങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യത്തൊഴിലാളികളുടെ വലകളും വള്ളങ്ങളും നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ മണൽ ഊറ്റിക്കൊണ്ട് പോവുകയും അരിവളം ബീച്ച് ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തുവെന്നും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. തുടർച്ചയായ കപ്പൽ അപകടങ്ങളിലെ ദുരൂഹതയിലും TS കനാൽ പദ്ധതിയുടെ അഴിമതിയിലും അന്വേഷണം വേണമെന്നാണ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ആവശ്യം. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് തയ്യൽ അധ്യക്ഷനായിരുന്നു. അരിവാളം ബീച്ചിൽ 100ഓളം മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി മത്സ്യത്തൊഴിലാളി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാലിബ് ബെട്ടൂർ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സലാഹുദ്ദീനും അക്ബർ ഷായും ആശംസകൾ പറഞ്ഞു. വിസ്മയ ന്യൂസ്, വർക്കല.